Watch full episodes on Jio Hotstar. പോകുന്നു അവന്മാര്, വേഗം മോട്ടു. നിർത്തിയിട്ട് പുറകോട്ട് തിരിച്ചു നോക്കിയേ. അത് കണ്ടോ, അവന്മാര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്ക്. ഇവരെ ഞാൻ ഒരു നിമിഷം കൊണ്ട് നിർത്തും, അതും ഗിറ്റാർ വായിച്ചോണ്ട്. നിങ്ങൾക്കെന്താ ഇത്ര ധൃതി? കുറച്ചു നേരം ഈ ചേസ് എൻജോയ് ചെയ്യാം. അയ്യോ എന്റെ അമ്മോ, ഇവന്മാര് ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നേ. ഓ, ഇവന്മാര് നമ്മളെ പമ്പരം കറക്കുന്ന പോലെ ഇട്ട് കറക്കുകയാണല്ലോ. വീടില്ലവന്മാരെ. നമ്മുടെ ബോട്ട് ആ ഷിപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്ത്. ഇനി ഇവന്മാരെ ഒന്ന് പറ്റിച്ചു കളയാം. അയ്യോ എന്റെ ബോട്ട് പത്തിട്ടുണ്ട്, ജീവൻ അപകടത്തിലാണല്ലോ. ഇത് വെറും ട്രെയിലർ. ഇനിയല്ലേ കളി കാണാൻ പോകുന്നേ. പത്തിലൂടെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലൈ മോഡിലേക്ക് മാറാൻ പറ്റില്ല. മോട്ടു, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നീയും വേഗം രക്ഷപ്പെടേ. പതിലു, എനിക്ക് ഏറ്റവും സംഭവിച്ചാലും കുഴപ്പമില്ല. നീ ആ ക്രിമിനൽസിനെ എന്തായാലും പിടിച്ചിരിക്കണം. ഞാൻ തീർച്ചയായും ശ്രമിക്കും മോട്ടു. അങ്ങോട്ട് പോകരുതേ. അരുത്, വേണ്ട വേണ്ട, പോകണ്ട മോട്ടു, പ്ലീസ്. മോട്ടു, നീ പേടിക്കണ്ട, ഞാൻ ദാ വരുന്നു. മോട്ടു, പതിലു കുടിച്ച്. സൂക്ഷിക്കണേ. അവൻ പറഞ്ഞ വെറുതെ വിടില്ല. വരൂ, നമ്മുടെ ശക്തി എന്താ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. അവന്മാരെ വിടരുത്. ദാ നിൽക്കുന്നു. കുറച്ച് നേരം ഒന്ന് പറഞ്ഞിട്ട് വേണ. വെരി ഗുഡ് പത്തിലു. അയ്യോ, എന്റെ കാർ ഒരു മാതിരി എലിപ്പാട് കണക്കായല്ലോ. തലയൊക്കെ കറങ്ങുന്നല്ലോ. അയ്യപ്പാ. ആ വേഗം വാ, അവരെ പിടിക്കാം. പത്തല് എന്ത് പറ്റി? ഹലോ, ഞാൻ റിപ്പോർട്ടർ ഡോളിയാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വളരെ വലിയ ഫാനാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ വലിയ ലെജൻസ് ആണ്. എനിക്ക് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കിട്ടുമോ പ്ലീസ്? ഒരു ഇന്റർവ്യൂ. അതിനിപ്പോ എന്താ? അപ്പൊ പറഞ്ഞാലും മോട്ടുജി, നിങ്ങൾക്ക് ഒരിക്കലും പേടി തോന്നാറില്ലേ? നിങ്ങൾ ആ കാർ ജമ്പ് ചെയ്യിപ്പിച്ച രീതി, എത്ര ഭംഗിയായിട്ടാണ് വെള്ളത്തിന് മുകളിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ആ തീനാളത്തിനിടയിൽ കൂടി എത്ര രസകരമായിട്ടാണ് വണ്ടി ഓടിച്ചത്. ഭയം എന്ന് പറയുന്നത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. എവിടെയാ അവന്മാര്? കേട്ടത് പറയൂ, എവിടെയാ ക്രിമിനൽസ്? അവരാ കാറിനകത്തുണ്ട്, ബോധം കെട്ട് കിടക്കുന്നേ. അതിന് എവിടെയാണോ കാറ്? ബൈ ബൈ ആൻഡ് താങ്ക് യു. അയ്യോ, അവർ രക്ഷപ്പെട്ടു പോയല്ലോ. എങ്ങനെയെങ്കിലും അവരെ പിടിച്ചേ മതിയാവൂ. അവരുടെ ബാഗിനകത്തുള്ള ആ സാധനല്ലേ, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ശരിയാ, അതിലൊരു ചെറിയ പിസ്റ്റൾ ഉണ്ടായിരുന്നു, പിന്നെ 4 കാട്രിഡ്ജും ഉണ്ടായിരുന്നു. അല്ല, ഈ 4 ബുള്ളറ്റ് കൊണ്ട് അവരിപ്പോ എന്ത് ചെയ്യാനാ പോകുന്നേ?
അതെങ്ങനെയാ അപകടമാവുന്നേ? ഒരൊറ്റ കാട്രിഡ്ജ് വെച്ചിട്ട് എത്ര വലിപ്പമുള്ള ബിൽഡിംഗ്സ് ആണെങ്കിൽ പോലും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. ഒന്നിന് പകരം 4 എണ്ണ ഉള്ളത്. ഇൻസ്പെക്ടർ എന്ത് പൂരം കണ്ടു നിൽക്കുക? വാ, നമുക്ക് അവരെ പിടിക്കണ്ടേ? ഇല്ലെങ്കിൽ അവർ ഈ നാട് മുഴുവൻ പൊട്ടിച്ച് കുട്ടിച്ചോറാക്കും. മാത്രമല്ല അവരുടെ നിബന്ധനയൊക്കെ അംഗീകരിക്കേണ്ടി വരും. അവരുടെ നിബന്ധന അംഗീകരിക്കേണ്ടി വരുമെന്നോ? ഈ പോലീസുകാരെ വളരെ വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനലായ ഡോക്ടർ ഡാങ്സിനെ പിടികൂടി മുംബൈ എലിഫന്റാന കേവ്സിലെ സ്പെഷ്യൽ പ്രിസണിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇവർക്ക് ഡാങ്സിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ? 24 മണിക്കൂറിനുള്ളിൽ അയാളെ വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് സ്ഫോടനം നടത്തുമെന്നാണ്. പിന്നെ ഒരു സൂപ്പർ സ്ഫോടനവും. അതിന്റെ വൈബ്രേഷൻ ലോകം മുഴുവൻ അലയടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരെ പിടിക്കാൻ വേറെ ഒരു രക്ഷയില്ല. വരൂ പത്തലു, നമുക്ക് പോകാം. അങ്ങനെ പോലെ പ്ലീസ് കീപ് മൈ വിസിറ്റിംഗ് കാർഡ്. എന്തെങ്കിലും വിവരം അറിയാണെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കണ്ട. തീർച്ചയായും. സർ, മോട്ടു സർ, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്നോട്ടെ. എനിക്ക് സ്റ്റോറി കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അവരിങ്ങനെ രക്ഷപ്പെട്ട് ഓടി പോവായിരുന്നേ ഇല്ല. നിങ്ങൾ ഒറ്റൊരാൾ കാരണം അവർ രക്ഷപ്പെട്ടത്. വരൂ, നമുക്ക് പറക്കാം. അവന്മാർ എത്ര ദൂരം പോയാലും വീട്ടിക്ക് ഞാൻ അവന്മാരെ. ബാബാ ഗിറ്റാർജി, നമ്മൾ ഈ ബൈ റോഡിൽ നിന്നാണ് പോകുന്നത്. കാരണം അവരുടെ കാറിന് പറക്കാനാകും. അപ്പോൾ അവർക്ക് ആകാശത്ത് വെച്ച് നമ്മളെ എളുപ്പത്തിൽ കണ്ടെത്തി ഫോളോ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് റോഡിലൂടെ ട്രാഫിക്കിൽ പോയാൽ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. റിംഗ്. ഹേ ഡോക്ടർ ഡിങ്, മിനിസ്റ്റർ സാർ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. $100 കോടി ആ പ്ലെയിന്റെയും കാര്യത്തിൽ എന്തോ തീരുമാനമായെന്ന് തോന്നുന്നല്ലോ. ഡോക്ടർ ഡാങ്, നിങ്ങൾ ഇങ്ങനെ മനക്കോട്ടയം കെട്ടിക്കൊണ്ട് നിന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കുന്നോ അത്രയും വലുതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയും. ഒരു കാര്യം മനസ്സിലാക്കിയോണം, സർക്കാർ നിങ്ങളുടെ മുന്നിൽ ഒരു കാരണവശാലും തലകുനിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കിയോ? കേട്ടതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോ ഇതാ കുത്തുബ് മിനാർ നഷ്ടപ്പെട്ടു. ഇനി മുന്നോട്ട് പോകുമ്പോ എന്തൊക്കെ നഷ്ടപ്പെടുവോ എന്തോ. വീണ്ടും ഇവിടേക്ക് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചേക്കരുത്, മനസ്സിലായോ? എന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ എന്നെ കാണാൻ വരുന്ന ആളുകളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. കഴിഞ്ഞിട്ട് 2 പേട്ടയും കൊണ്ട് തന്നോണ്ടല്ലോ. സോറി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇവന്റെ കാര്യം ഇപ്പൊ തീരുമാനം. തായ്ക്കൊണ്ടേ, നിന്നെ പോലെയുള്ള ഇൻസ്പെക്ടേഴ്സിനെ എന്റെ ഗാർഡുകൾ പോലും പേടിക്കാറില്ല. പിന്നെയാ ഡോക്ടർ ഡാങ്, ഞാൻ സർക്കാരിനെ വലിച്ച് താഴെ ഇടുന്നവനാ, മനസ്സിലായോ? മാത്രമല്ല യുദ്ധം ഉണ്ടാക്കുന്നവനും എല്ലാം കത്തിച്ച് നശിപ്പിച്ചു കളയും ഞാൻ. നിനക്ക് ഉന്നം വെക്കണമെങ്കിൽ ദാ ഇവിടേക്ക് വെക്ക്. അതിനുള്ള ധൈര്യമില്ലെങ്കിൽ വാലും ചുരുട്ടി വീട്ടിലേക്ക് പോടൂ. ഇവനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വാ, നമുക്ക് പോവാം. ബൈ. അങ്ങനെ അവസാനം താജ്മഹൽ എത്തിപ്പെട്ടു. നമ്മൾ ചിന്തിച്ചത് ശരിയാണെങ്കിൽ ആ കള്ളൻ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. അവൻ എവിടെയാന്ന് നോക്ക്. എവിടെയാണ് അവൻ? അത് കണ്ടോ, ആ നിൽക്കുന്ന ആളെ കണ്ടോ? അയാളുടെ ഡ്രസ്സിൽ ഗിറ്റാറുണ്ട്. ഗിറ്റാർ ബാബയ്ക്ക് ഗിറ്റാർ ഇല്ലാതെ പറ്റില്ലെന്നറിയില്ലേ? ഗിറ്റാർ ഇല്ലാതെ ഒരു നിമിഷം പോലും അയാൾക്ക് ജീവിക്കാനാകില്ല. കയ്യിൽ പിടിച്ചിട്ടില്ല എങ്കിൽ എന്താ ഡ്രസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വീടില്ലവനെ ഞാൻ. ഹലോ സാർ, ആ കോട്ടിലെ ഗിറ്റാറിന്റെ പടവളോണില്ലേ, അവനെ പിടിക്ക്. അവൻ താജ്മഹൽ ഡിസ്ട്രോയ് ചെയ്യാൻ വന്നവനാണ്. പിടിക്കവനെ പെട്ടെന്ന്. ഇവന്മാരിത് ഇവിടെയും വന്നോ? ഇങ്ങനെ അലറി വിളിച്ച് പറഞ്ഞ ആൾക്കാരെ അറിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കമോൺ, അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പെട്ടെന്ന് പോലീസിനെ വിടണം. താജ്മഹൽ ഡേഞ്ചറിലാണ്. എടാ ബാബാ, ഗിറ്റാർ ബാബാ, സ്റ്റോപ്പ്! ഇല്ലെങ്കിൽ നിന്നെ വെടിവെച്ചിടും ഞാൻ. ഇത് സത്യം. ഭാരതമാതാവാണ് സത്യം. തേങ്ങകളെ നിക്കവിടെ. ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക പ്ലീസ്. എന്താ ചെയ്യണ്ടേ? വേഗം പറഞ്ഞോളൂ.
ആരുടെ കയ്യിലാണ് തോക്കുള്ളത് അവനെ ടാർഗറ്റ് ചെയ്യ്. പിന്നെ അവൻ നേരെ ചൊവ്വേ നടക്കരുത്. കേട്ടില്ലേ നിങ്ങളൊക്കെ? ഗണ്ണുള്ളവനെ ടാർഗറ്റ് ചെയ്യാനാ പറഞ്ഞേ. ഹിറ്റ് ഹാർഡ് അല്ലേ? ഇതെന്താ നാളുകാർ സംസാരിക്കുന്നു? ഇനി നാളുകാർ എന്താണോ ചെയ്യാൻ പോകുന്നത്? ദേ നോക്കിക്കേ, അവന്റെ കൈ ഗണ്ണുണ്ട്. വരൂ, 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 അവരെ നമുക്ക് തകർക്കാം. അയ്യോ എന്റെ അമ്മോ, ഇവന്മാരെ ചെയ്ത് എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് സിംഗസാറിന്റെ നാളികേരൻ ടാർഗറ്റിൽ പോയി വീഴുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇനി നാളുകാരെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ? ഹലോ ഡോളി, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ഡോളി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒളിച്ചിരിപ്പുണ്ടാവും. മോട്ടുജി, താങ്കൾ എവിടെയാണ്? ഞാൻ താജ്മഹൽ കാണാൻ ഇറങ്ങിയതാണ്. അത് ഞാനും ഇവിടെ. ഹലോ മോട്ടുജി, നിങ്ങൾ വളരെ നല്ല മനസ്സിനുടമയായ ഒരു വ്യക്തിയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ട് ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഹലോ, ഓ ഫോൺ കട്ടായോ? ഓ എന്റെ പത്തിലും ഒരു തവണയെങ്കിലും ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കുന്നേ. അവളെ നീ കരയിച്ചല്ലേ വിട്ടത്. അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ഒന്ന് നിർത്തുന്നുണ്ടോ താൻ? മോട്ടു, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഞങ്ങൾ ഉടനെ മടങ്ങി വരാം. വരൂ കൂട്ടുകാരെ. ഓരോരുത്തരും പല ദിശയിലേക്ക് പോകൂ. എന്നിട്ട് അവൻ എവിടെയാ നോക്ക്. എന്താണോ? സോറി സാർ, ഞാൻ എന്റെ കൂട്ടുകാരനെ അന്വേഷിക്കുകയായിരുന്നു. സോറി 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 സാർ. ഹലോ ഹലോ, ഈ മോട്ടുജി എന്താ ഫോൺ എടുക്കാത്തെ? ഈ മോട്ടുജി എന്താ ഫോൺ എടുക്കാത്ത മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുകൂടെ ഡയൽ ചെയ്യാം. ഇതാ താജ്മഹലും നശിക്കാൻ പോകുന്നു. ഇതെന്താ ഇവൻ ഇവിടെയും വന്നോ? ഈ മോട്ടുജി ഒന്ന് ഫോൺ എടുത്താൽ മതിയായിരുന്നു. മോട്ടുജി, അങ്ങേ ആരാണ് കെട്ടിയിട്ടിരിക്കുന്നത്? നിൽക്ക്. ഓ മോട്ടുജി, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയം എത്ര പരിശുദ്ധമാണ്. നിങ്ങളുടെ കണ്ണുകളിൽ ഇന്നസെൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരോടെങ്കിലും സ്നേഹത്തോടെ തെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവരത് വേണ്ടെന്ന് വെക്കും. എന്താ സത്യമാണോ? തടയൂ അവനെ. അവൻ തന്നെയാണ്. എടാ കള്ള, നീ ഇവിടെയായിരുന്നല്ലേ? നിന്നെയൊക്കെ ഞാൻ ഇപ്പം ശരിയാക്കി. എന്റെ പുറത്തുനിന്ന് സോറി, ഞാൻ കാരണമല്ലേ ആ ക്രിമിനൽ രക്ഷപ്പെട്ടു പോയത്. വെരി സോറി. നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എന്തിനാ ഞങ്ങൾ ശല്യപ്പെടുത്തുന്നേ? ഞാനൊരു റിപ്പോർട്ടറാണ്. ഞാൻ ഈ സ്റ്റോറി കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പോകുന്നിടത്തെല്ലാം പിന്നാലെ വരുന്നത്. പ്രായമായ മാതാപിതാക്കളാണ് എനിക്ക്. എനിക്കൊരു സഹോദരിയുണ്ട്. എനിക്ക് അവളുടെ കല്യാണം നടത്തണം. എനിക്കൊരു സഹോദരനുണ്ട്, അവനെ പഠിപ്പിക്കണം. ഞാൻ ഈ സ്റ്റോറി കവർ ചെയ്ത് അയച്ചില്ലെങ്കിൽ എന്നെ അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം. ഇവിടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ. ഓ എന്റെ പൊന്നു മോട്ടു, സങ്കടം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചാ പോലെ. അപ്പൊ തന്നെ കരയുന്നവനല്ലേ നീ? പിന്നെ നിന്നോട് പറയുന്നത് മനസ്സിലാക്കിക്കോ. ഇനി ഞങ്ങളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താനാ ഭാവമെങ്കിൽ വെറുതെ വിടില്ല ഞങ്ങള്.
താങ്ക് യു സാർ. നിങ്ങളാണ് താജ്മഹലിനെ രക്ഷിച്ചത്. പോലീസ് ഫോഴ്സ് അവരുടെ പുറകെ തന്നെയുണ്ട്. എത്രയും എളുപ്പം തന്നെ അവരെ പിടിച്ചിരിക്കും. പറയും. മോട്ടു പത്ലുവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി താജ്മഹൽ ഡിസ്ട്രോയിഡ് ആകാതെ തടഞ്ഞിരിക്കുകയാണ്. രാജ്യം മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ബാബ ഗിറ്റാർ ഇപ്പോഴും പുറത്തു വിലസുകയാണ്. ബാബ ഗിറ്റാറിനെ കണ്ടുപിടിക്കുന്നതിനായി നഗരം മുഴുവൻ പോലീസ് വല വീശിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? രക്ഷപ്പെടുത്താനുള്ള മോട്ടു പത്ലുവിന്റെ ഈ നീക്കത്തിൽ രോഷാകുലനായി ഡേഞ്ചർ ഡി മറ്റൊരു വീഡിയോ അയച്ചിരിക്കുകയാണ്. എന്തൊക്കെ രക്ഷിക്കും നിങ്ങള്? എത്ര നേരം നിങ്ങൾ ഇങ്ങനെ രക്ഷിച്ചു പിടിക്കും മോട്ടു പത്ലു? നിങ്ങളെ കൊണ്ട് ഞങ്ങളെ തടയാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഡോക്ടർ ഡാങ്സിനെ മോചിപ്പിക്കുകയും 100 കോടി രൂപയും അതുപോലെ തന്നെ ഒരു പ്ലെയിനും തന്നില്ല എങ്കിൽ ഇവിടെ വലിയ സ്ഫോടനങ്ങൾ നടക്കും. ലോകം മുഴുവനും ഞെട്ടിവിറയ്ക്കും. 14 മണിക്കൂറേ ഇനിയും ബാക്കിയുള്ളൂ. ഇതിനർത്ഥം എന്താണ്? നമ്മുടെ പക്കൽ ഇനി നാളെ വരെയുള്ള സമയമേ ബാക്കിയുള്ളൂ. ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിച്ചേ മതിയാവൂ അവൻ അടുത്തതായി സ്ഫോടനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണെന്ന്. അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരൊറ്റ ക്ലൂ പോലും ഇല്ലല്ലോ. 20 രാജ്യങ്ങളിലെ ലീഡേഴ്സ് നാളെ മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഈ സീക്രട്ട് വെപ്പന്റെ പ്രസന്റേഷൻ നാളെ എനിക്ക് അവിടെ വെച്ച് നടത്താനുള്ളതാണ്. ഞാൻ ഇനി എന്തൊട്ടെടുത്ത് പ്രസന്റ് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. 20 രാജ്യങ്ങളുടെ തലവന്മാര് മുംബൈയിലേക്ക് വരുന്നുണ്ടെന്നോ? യെസ്, മുംബൈ. അവൻ തീർച്ചയായിട്ടും മുംബൈയിലേക്കായിരിക്കും പോയിരിക്കുക. അവിടെയാണ് വേൾഡ് ലീഡേഴ്സ് എല്ലാവരും വരുന്നത്. അവൻ ഭീഷണിപ്പെടുത്തിയപ്പോ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ലേ? ഈ ലോകം മുഴുവൻ ഇളക്കി മറിച്ച് വെക്കുമെന്ന്. അപ്പോൾ ആ ലീഡേഴ്സ് എല്ലാം മരിക്കുകയാണെങ്കിൽ സത്യമായി ലോകം ഇളകി മറിയാതിരിക്കില്ല. അവന്മാർക്ക് മുംബൈയിലേക്ക് എത്താനൊന്നും പറ്റില്ല. റോഡും എയർപോർട്ടും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ടൈറ്റ് സെക്യൂരിറ്റിയാ. ഇനി പ്രൈവറ്റ് പ്ലെയിനിൽ പോയാലും എയർപോർട്ടിൽ നിന്ന് അവരെ പൊക്കും. പക്ഷെ അവന് വേണമെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാലോ. ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഇപ്പൊ ഓടുന്നുണ്ട്. ഒരു ഒറ്റ രാത്രി കൊണ്ട് ആഗ്രയിൽ നിന്ന് മുംബൈ വരെ എത്തുന്ന ഒരു ട്രെയിനാണത്. ആ ട്രെയിൻ ഇപ്പൊ യാത്ര തിരിച്ചു കാണും. ഡോക്ടർ സുബി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മുംബൈ പോലീസിനെ അലേർട്ട് ചെയ്യണം. എന്നിട്ട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ മുംബൈയിലേക്ക് എത്തുകയും വേണം. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഡോക്ടർ ഝട്കയുടെ സഹായത്തോടെ ചില നീക്കങ്ങൾ നടത്താനുണ്ട്. മാത്രമല്ല ഇൻസ്പെക്ടർ തായ്ക്കൊണ്ടയുടെ സഹായത്തോടെ അടുത്ത പ്ലാനുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും. Watch India's largest kids library only on Jio Hotstar. Download the app now.